قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا يا الله يا أيها المزمل പരിപിടിച്ച് ക്ഷീണിച്ച് തളർന്ന് പുതപ്പിട്ട് കിടക്കുന്നവരെ നബിയെ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി അങ്ങ് നിന്ന് നിസ്കരിച്ചേക്കണം നബിയെ. കുറച്ച് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്, ബാക്കി നിങ്ങൾ നിസ്കരിക്കേണ്ടവരാണ്. കുറച്ചു നേരം ഉറങ്ങുക, ബഹുഭൂരിഭാഗവും നിസ്കരിക്കണം. എത്രയാണ് അതിന്റെ കണക്ക്? നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല, രാത്രിയുടെ നേർപകുതിയോ പകുതിയിൽ കുറവോ നിങ്ങൾക്ക് നിസ്കാരത്തിന് ചെലവഴിക്കണം നബിയെ. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ രാത്രിയുടെ നേർപകുതിയേക്കാളും ഒരൽപ്പം കൂടുതൽ നിസ്കാരത്തിന് ചെലവഴിക്കണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് തഹജ്ജുദ് ഫർളായിരുന്നു, നമുക്ക് ഫർളല്ല. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നിർബന്ധമല്ല, നമുക്ക് സുന്നത്തുള്ളൂ. മുസ്തഹബാൻ, വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുറ്റൊന്നുമില്ല. എടുത്താൽ ഒരുപാട് കൂലി കിട്ടും. നമ്മൾ തങ്ങളുടെ പ്രിവിലേജുകളെ കുറിച്ച് പറയണം. തങ്ങൾക്ക് അങ്ങനെ പറ്റി, തങ്ങൾക്ക് 4-ലേറെ വിവാഹം ചെയ്യാൻ പറ്റിയല്ലോ. തങ്ങൾക്ക് ഒരുപാട് ബാധ്യതയും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിനെ മനോഹരമായിട്ട് ഓതണം നബിയെ. ധൃതി പിടിച്ച് ഓതിപ്പോവരുത്. എത്ര രാത്രിയുടെ നേർപകുതി, അല്പം കുറവോ കൂടുതലോ ആകാം, അത്രയും നേരം നിസ്കരിക്കണം നബിയെ. വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുകയും വേണം. എന്തിനാണത്? എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, വളരെ ഭാരമേറിയ ഉത്തരവാദിത്തമാണ് നബിയെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വളരെ ഭാരമേറിയ വചനങ്ങളാണ് നിങ്ങൾക്ക് മേൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നബിയെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. ഉലമാ പറയാ, വഅദ് പറയുന്ന ആളുകൾ, പ്രഭാഷണം ചെയ്യുന്നവര്, ജനങ്ങളോട് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ അവർ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചേക്കണം. ഖിയാമുൽ ലൈൽ അവർക്ക് വേണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? ദഅവത്ത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. പ്രബോധനം ചെയ്യുക, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാട് ചീത്തവിളികൾ കേൾക്കേണ്ടി വരും, ഒരുപാട് തെറിപ്രസംഗം കേൾക്കേണ്ടി വരും. അൽഹംദുലില്ലാ, അതൊക്കെ സഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഖിയാമുൽ ലൈൽ വേണം, ഖുർആൻ നല്ലോണം ഓതും വേണം, രാത്രി തഹജ്ജുദ് സുബഹിക്കും എഴുന്നേറ്റ് നിസ്കരിക്കും വേണം. അപ്പോഴേ ദഅവത്തിന്റെ ഭാരം നബിയെ ലഘൂകരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്തേക്കണം. ഇത് ഭാരമുള്ള ഏർപ്പാടാണ്. നബിയെ നിങ്ങൾക്ക് സഹായമായി ഖിയാമുൽ ലൈൽ വേണം, അല്ലാഹുവിന്റെ ഖുർആനും വേണം, എല്ലാവർക്കും വേണം. പ്രബോധകന്മാർക്ക്, ദാഇകൾക്ക് പ്രത്യേകിച്ചും വേണം. ഭാരമാണ് സംഗതി. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള മാർഗം ഇതാണ്. ജീവിത ഭാരം, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത കുടുക്കുകൾ കഴിയണമെങ്കിൽ രാത്രി നിസ്കരിക്കണം എന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കണം, ഒരൽപ്പം ഖുർആൻ ഓതും ചെയ്യാം മനോഹരമായിട്ട്. അങ്ങനെ വന്നാൽ ഭാരങ്ങൾ താങ്ങാൻ കഴിയുന്ന അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിഹാരം അള്ളാഹ് പറഞ്ഞുതരാം, നമുക്ക് വേണ്ട. നമ്മൾ പിന്നെ അപ്പോഴും കൗൺസിലിങ്ങിന് പോകും ഡോക്ടറെ അടുത്തേക്ക്. അള്ളാഹ് പറഞ്ഞു ഇതാണ് ഇതിന്റെ കൗൺസിലിംഗ്, ഖുർആൻ തരാണ്, ഇതാണ് ഇതിന്റെ പരിഹാരം. വേണ്ടി കാല് തരിച്ചു പോയിട്ട് സുബഹിയാകുമ്പോ കാല് ചുമരിലേക്ക് പൊക്കി വെച്ച് കിടക്കും മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. അങ്ങേയറ്റം പ്രായാധിക്യത്തിലും ഇബാദത്തിൽ അവർ മോശം നിന്നില്ല, ബാക്കിൽ നിന്നില്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, കൈകാലുകൾക്ക് വേദന വരുമ്പോൾ നമ്മളിതൊക്കെ ആലോചിക്കും. അതുവരെ നമ്മളിതൊന്നും ആലോചിക്കാണ്ട് പിന്നെയാവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മൻ ഹുവ ഖാനിതുൻ آناء الليل ساجدا وقائما. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണിതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അമ്മൻ ഹുവ ഖായിമുൻ അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅ അൽ-ലൈലി സാജിദൻ വഖായിമാ. വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് സുജൂദിൽ കിടന്നിട്ടും നിന്നുകൊണ്ടും രാത്രി മുഴുവനും കഴിച്ചുകൂട്ടിയ ആളുകൾ. എന്തിനാണിത്?
യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി, പരലോകത്തെ സംബന്ധിച്ച് പേടിയിലും അള്ളാഹുവിന്റെ കരുണയെ പ്രതീക്ഷിച്ചുകൊണ്ടും രാത്രി നേരം നിന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകൾ. അങ്ങനത്തെ മഹാനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രാത്രി അള്ളാഹുവിന് വേണ്ടി, പകല് ഖിലാഫത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കണം, സ്വയം ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണം. അങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന മഹാനെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിറക്കിയത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പറയൂ നബിയേ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ആയത്തിറങ്ങിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അന്നത്തെ രാഷ്ട്രീയക്കാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. ചവിട്ടി തുറന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നേരത്തെ ശത്രുക്കൾ കടന്നു വന്നു. അന്നത്തെ രാഷ്ട്രീയക്കാർ, ഖവാരിജുകൾ, അന്നത്തെ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, നിഗൂഢമായ, ആരാർക്കും ആരുടെ മുമ്പിലും പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവാത്ത ന്യായങ്ങൾ പറഞ്ഞ് ഖലീഫയെ കൊല്ലണം എന്ന് പറഞ്ഞ് കടന്നു വന്ന മുനാഫിക്കുകൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിലേക്ക് ഇരച്ചു കയറിയപ്പോ മഹാനവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ തുറന്നു കിടക്കുകയായിരുന്നു. 9 കുത്താണ് മൂർച്ചയുള്ള കഠാര കൊണ്ട് ആ ശരീരത്തിലേക്ക് അവർ കുത്തിയത്. മഹാനവറുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കൊല ചെയ്യപ്പെടാവുന്ന 3 കുറ്റങ്ങളിൽ ഏത് കുറ്റമാണ് ഞാൻ ചെയ്തത്? ഒന്ന്, ജാനിൻ മുഹ്സിൻ, കല്യാണം കഴിച്ചതിന്റെ ശേഷം പിന്നെ വ്യഭിചരിക്കുന്ന മനുഷ്യൻ, കൊല ചെയ്യപ്പെടുന്ന കുറ്റമാണത്. ജാനിൻ മുഹ്സിൻ. മുർത്തദ്ദായ മനുഷ്യൻ, ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. വമൻ ഖതല നഫ്സൻ മുതഅമ്മിദ, ഒരു മനുഷ്യനെയും ഞാൻ കൊന്നു കളഞ്ഞിട്ടില്ലല്ലോ. ഇതിനൊക്കെ പകരമല്ലേ കൊലപാതകം അല്ലാഹു ശിക്ഷയായി കൊടുക്കുന്നത്? എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? സ്വഹാബികൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. മഹാനോട് പറഞ്ഞു, നിങ്ങളാരും ആരെയും കൊല്ലാൻ പോവണ്ട. ഞാനങ്ങ് ഉമ്മത്തിന് വേണ്ടി എന്റെ ഒരു നഫ്സ് കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ അവിടെ ചോരക്കളമാകും. അവര് പറഞ്ഞു, നുഖാതിലു മഅക്, അങ്ങയോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിനുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും യുദ്ധം ചെയ്യണ്ട. ഖലീഫ ഒരു വിരലക്കിയാൽ ഖലീഫയുടെ ഉദ്യോഗസ്ഥന്മാർ, സ്വഹാബിമാർ മഹാനായ ഉസ്മാൻ തങ്ങളുടെ കൂടെ നിൽക്കും. മഹാനവർ പറഞ്ഞു, ആരും ഇടപെടണ്ട. അവരെന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ ഒരുക്കമാണ്. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, എന്റെ പ്രിയപ്പെട്ട റസൂലും എന്റെ അമ്മോശനുമായ 2 പെൺമക്കളെ എനിക്ക് കല്യാണം കഴിച്ചു തന്ന മുത്തുനബി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഇന്നലെ. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഉസ്മാൻ അലാ തുഫ്തിറു ഇൻദനാ, ഞങ്ങളുടെ അരികത്ത് വന്ന് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ആഗ്രഹമില്ലേ എന്നോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയുണ്ടായി. വകാന സ്വായിമൻ, സുന്നത്ത് നോമ്പെടുത്തിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇഫ്താറിന്റെ നേരത്താ അവര് കുത്തിയത്. ആ കൊലയാളി 3 കുത്തുകുത്തിയിട്ട് പറഞ്ഞു, ഹാദിഹി തുഅനാതു സലാസ ലില്ലാഹ്, ഈ 3 കുത്ത് അള്ളാഹുവിന് വേണ്ടിയും ബാക്കി 6 എന്റെ മനസ്സിലെ പക പോക്കാനും എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് സ്വഹാബികൾ പറഞ്ഞു, അവന്റെ കുത്ത് ഓരോന്നും അവന്റെ ശരീരത്തിന്റെ ഇച്ഛയായിരുന്നു. അവന്റെ ഇഷ്ടത്തിനാണ് കുത്തിയത്, അള്ളാഹുവിന് വേണ്ടിയല്ല. മഹാനവറുകൾ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, വിശുദ്ധമായ ഖുർആനോദി രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുമായിരുന്ന ഒരു പണ്ഡിതനെ, ഒരു മഹാന നബിയുടെ സ്വഹാബിയെ നിങ്ങൾ കൊന്നുകളഞ്ഞല്ലേ എന്ന് മഹാനവറുടെ ഭാര്യ കരഞ്ഞുകൊണ്ടവരോട് ചോദിക്കുകയുണ്ടായി. യുഹയിൽ ലൈല ബിൽ ഖുർആൻ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പേ ഈ വിഷയം നബി തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അവരൊരു ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ തങ്ങളും അവർ 4 പേര് ഉഹദ് മലയുടെ മേലെങ്ങനെ നടന്നു പോകുമ്പോ മലയിലൊരു കുലുക്കം കണ്ടു. പെട്ടെന്നൊരു കുലുക്കം, ഭൂമി കുലുങ്ങുന്ന പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അനങ്ങല്ലേ, അടങ്ങി നിൽക്കൂ ഉഹദേ.
ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. നിന്റെ മീതെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നബിയാണ്, ഒന്ന് സുദ്ദീഖാണ്, പിന്നെ 2 രക്തസാക്ഷികളാണ്. ആരെ പറ്റിയാണ്? ഉമർ തങ്ങളെ കുറിച്ച്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. വളരെ കാലങ്ങൾക്ക് മുമ്പേ നബി തങ്ങൾ